മരണത്തിന് മുൻപ് മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. അതാണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വാചകം. അല്ലാഹു പറയാ, മരണത്തിന് വേണ്ടി കാത്തുനിന്ന് മരണത്തിന്റെ സമയത്ത് നീ കെഞ്ചിയാൽ നിനക്കതിന് സാധിക്കില്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അതേ മരണത്തിന് മുൻപ് നീ ചെലവഴിച്ചോ, നീ അധ്വാനിച്ചോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ പണിയെടുത്തോ. കാരണം ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മരണം വന്നാൽ നീ അല്ലാഹുവോട് പറയും, പടച്ച റബ്ബേ, ഒരല്പസമയം എനിക്ക് വേണം, ഒരല്പസമയം എന്നെ പിന്തിപ്പിക്കണം. എന്തിനാ? എന്റെ മക്കള് വീട്ടിലുണ്ട്, എന്റെ ജീവനായ എന്റെ മക്കള് വീട്ടിലുണ്ട്, അവരോട് യാത്ര പറയാനില്ല. എന്റെ ഭാര്യയുണ്ട്, അവളോട് യാത്ര പറയാനില്ല. എന്റെ മാതാപിതാക്കളുണ്ട്, അവരുടെ നെറുകയിൽ ഒരു ചുംബനം നൽകാനില്ല. എന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിച്ചുറപ്പ് വരുത്താനുമല്ല. പടച്ച റബ്ബേ, നമസ്കരിക്കാതെ പോയ ഒരുപാട് നമസ്കാരങ്ങളുണ്ട്, സ്വതക്ക ചെയ്യാൻ വിട്ടുപോയ ഒരുപാട് നിർബന്ധമായതും അല്ലാത്തതുമായ സ്വതക്കയുടെ കണക്കുകളുണ്ട്. ഇങ്ങനെ സ്വാലികായ അമലുകൾ ഒന്നിനു പറഞ്ഞ ഒന്നായി ഒരുപാട് വിട്ടേച്ചു പോയിട്ടുണ്ട് നാദാ. അത് ചെയ്യാൻ, ആ അമലുകൾ ചെയ്യാൻ നാദാ അവസരം നൽകണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വാചകം, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. കഴിഞ്ഞുപോയി മോനെ, കഴിഞ്ഞുപോയി മോളെ, കഴിഞ്ഞുപോയി മനുഷ്യരെ. അല്ലാഹ് നിശ്ചയിച്ച, അല്ലാഹ് തീരുമാനിച്ച അവധി വന്നു കഴിഞ്ഞു. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഴിയില്ല. അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അവലം അമ്മിറുക്കും ആലോചിക്കുന്നവനെ ആലോചിക്കാൻ മാത്രം ഞാൻ സമയം തന്നില്ലേ? 30 വയസ്സുവരെ, 35 വയസ്സുവരെ, 40 വയസ്സുവരെ, 50 വയസ്സുവരെ, 60ഉം 70ഉം അതിലേറെയും ജീവിച്ച മനുഷ്യരെ അല്ലാഹ് ചോദിക്കാ, നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ 30 വയസ്സ് തന്നില്ലേ? നിനക്ക് ആലോചിക്കാൻ ഞാൻ 40 വർഷം തന്നില്ലേ? നിനക്ക് ആലോചിക്കാൻ ഞാൻ 70ഉം 75ഉം തന്നില്ലേ? എന്നിട്ട് എന്റെ നിന്നിലേക്ക് താക്കീതുകാർ വന്നില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വന്നില്ലേ? വിശുദ്ധ ഖുർആൻ വന്നില്ലേ? ഉത്ബോധകർ വന്നില്ലേ? നരകമുണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ലേ? സിറാത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ഖബറിലെ ചോദ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതൊന്നും അനുസരിച്ചില്ല, അതൊന്നും നീ ഗൗരവമായി കണ്ടില്ല. അതുകൊണ്ട് ആസ്വദിച്ചോ ഇന്ന്. നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടാകില്ലെന്ന് അല്ലാഹ് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, 2 മരണമാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണത്തിന് രുചിയുണ്ടെന്നാ. ഒന്നുകിൽ സന്തോഷകരം, ഒന്നുകിൽ മരണം, ഒന്നുകിൽ മധുരമായിരിക്കും. അതല്ല, ആ മധുരമല്ലെങ്കിൽ കൈപ്പേറിയതായിരിക്കും. കൈപ്പേറിയ മരണം. വലൗ തറാ ഇദിൽ ളാലിമൂന അക്രമിയുടെ, സന്യാസിയുടെ ഉത്ബോധനങ്ങൾ കേട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചതാ അല്ലാഹ് അവരുടെ മരണത്തെ കുറിച്ച് പറയുന്നു. അതേ, അക്രമിയെങ്ങാനും മരണപ്പെടുന്ന രംഗത്തിന് നീ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, നീ അത് കണ്ടിരുന്നെങ്കിൽ, മലക്കുകളതാ കൈനീട്ടുകയാണ്. അവരോട് ആക്രോശിക്കുകയാണ്, അവരോട് ഒച്ചയെടുക്കുകയാണ്, അലറി വിളിക്കുകയാണ്, പുറത്തെടുക്കുകയാണ് ആത്മാക്കളെ. എന്നിട്ട് പറയുന്നു, അല്ലയോ ഇന്നേ ദിവസം ഇന്ന് നിങ്ങൾ നിരാശരാണ്, ഇന്ന് നിങ്ങൾ അപമാനിതരാണ്, ഇന്ന് നിങ്ങൾ നിന്ദരാണ്. കാരണം ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അതേ, അല്ലാഹുവിന് സത്യമല്ലാത്തത് പറഞ്ഞവരാ, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞവരാ, പടച്ച റബ്ബിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞവരാ. വകുന്തും അന്നായാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹുവിനോട് നിഷേധം കാണിച്ചവരാ, അഹങ്കാരം കാണിച്ചവരാ, അവന്റെ ആയത്തുകളോട് അഹങ്കാരം കാണിച്ചവരാ എന്ന് വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം ആളുകളെ, അക്രമികളായ ആളുകളെ നോക്കി ചൂണ്ടിക്കാണിച്ച് അല്ലാഹ് വിശദീകരിക്കുമ്പോ, വേണ്ട ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയും അല്ലാഹുവിന് വേണ്ടി, ഈ ചോദ്യത്തിന് വേണ്ടി, മരണത്തെ സന്തോഷകരമാക്കാൻ വേണ്ടി
ഒരുങ്ങാനുള്ളവരാ എങ്കിൽ ഒരുങ്ങാൻ തയ്യാറായവരെ, മരണത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരെ അല്ല വിളിക്കുകയാണ്. അവരുടെ മരണരംഗം അല്ല വിശദീകരിക്കുകയാണ്. യാ അയ്യത്തുകൻ നഫ്സുൽ മുത്മഇന്ന, പ്രവർത്തിച്ച് ക്ഷീണിച്ച് ആ ക്ഷീണമടഞ്ഞ ആത്മാക്കളെ, പ്രവർത്തിച്ച ആത്മാക്കളെ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തയ്യാറായിക്കോ റബ്ബിങ്കലേക്ക് മടങ്ങാൻ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ. ഫദ്ഖുലി ഫീ ഇബാദി, പ്രവേശിച്ചോ എന്റെ സത്യനിതരായ അടിമകളോടൊപ്പം. വദ്ഖുലി ജന്നതി, അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അല്ലൊരു വിഭാഗം ആളുകളെ നോക്കി പറയുമ്പോ ആ വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുമോ കൂട്ടരെ? ആ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുമോ കൂട്ടരെ? നമ്മുടെ മക്കൾ ഉൾപ്പെടുമോ കൂട്ടരെ? എന്റെ ഭാര്യ ഉൾപ്പെടുമോ കൂട്ടരെ? എന്റെ ഉമ്മയും ഉപ്പയും ഉൾപ്പെടുമോ കൂട്ടരെ? ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഉൾപ്പെടണ്ടേ കൂട്ടരെ? അതിനുവേണ്ടിയാ ഉപദേശം, അതിനുവേണ്ടിയാ താക്കീത്. സർവാദി നാഥനായ റബ്ബേ, ഇപ്പറഞ്ഞ കാര്യങ്ങൾ, ഈ കേട്ട കാര്യങ്ങൾ ഒക്കെയും നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ കബറിൽ, ആ കബറിൽ നിന്റെ മാലാഖമാരുടെ ചോദ്യങ്ങൾ വരുമ്പോ അതിനെ സ്വീകരിക്കാൻ, മരണത്തെ സന്തോഷകരമായി സ്വീകരിക്കാൻ, അതിനുവേണ്ടിയാണ് നാഥ ഒരൽപ്പസമയം എഴുന്നേറ്റ് നിന്നത്. അതിനുവേണ്ടിയാണ് നാഥ മഞ്ഞുണ്ടായിട്ടും തണുപ്പുണ്ടായിട്ടും ഒരൽപ്പസമയം ഞങ്ങളിവിടെ ചെലവഴിച്ചത്. കബൂൽ ചെയ്യണേ നാഥ. നാളെ പരലോകത്ത് അമലുകൾ തൂക്കി നോക്കുമ്പോ നാഥ ഈ പറഞ്ഞതും ഈ കേട്ടതും ഈ ഒരുമിച്ച് കൂടിയതുമായ മുഴുവൻ അമലുകളും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ നാഥ. നാഥ ഒരുപാട് തിന്മകൾ വന്നുപോയി നാഥ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ വന്നുപോയി. എന്താണ് സംഭവിച്ചത് എന്ന്, എന്താണ് ചെയ്തത് എന്ന് ഞങ്ങളെക്കാൾ അറിയുന്നവനായ നാഥ ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ് നിന്നോട് നാഥ. ഈ സദസ്സ് വിട്ടുപിരിയും മുൻപേ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, ഈ പ്രദേശത്ത് നിന്ന് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുമ്പായി ഒരുപാട് ആളുകൾ നിന്നിലേക്ക് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും ഉമ്മമാരുണ്ട് നാഥ, പലരുടെയും ഉപ്പമാരുണ്ട് നാഥ, പലരുടെയും ജ്യേഷ്ഠന്മാരുണ്ട് നാഥ, പലരുടെയും അനുജന്മാരുണ്ട് നാഥ, ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണേ നാഥ. ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു നാമമുണ്ട്. ചെറുപ്പത്തിൽ പലതവണ കേട്ട ഒരു നാമമുണ്ട്. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കുമ്പോ, കേൾക്കുമ്പോ, കേട്ടുകൊണ്ടിരുന്ന ഒരു നാമമുണ്ട്. മൂസ സുല്ലമി എന്നറിയുമ്പോ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഈ തൗഹീദിന് വേണ്ടി അധ്വാനിച്ച്, തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച്, തൗഹീദിന് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, തൗഹീദിന്റെ മാർഗത്തിൽ വിട പറഞ്ഞു പോയ ആ നേതാവിന് നാഥ, ആ പണ്ഡിതന് നാഥ, നീ മഗ്ഫിറത്ത് നൽകണേ നാഥ, നീ മർഹമത്ത് നൽകണേ നാഥ. ആ നേതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ നാഥ. ആ നേതാവിന്റെ ഖബറിൽ നീ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബേ, ഞങ്ങളുടെ ഉമ്മയുണ്ട് വീട്ടിൽ, ഞങ്ങളുടെ ഉപ്പയുണ്ട് വീട്ടിൽ, പ്രയാസമനുഭവിക്കുന്നവരാണവർ, പ്രയാസമനുഭവിക്കുന്നവരാണവർ. രോഗം കൊണ്ട് പ്രയാസമനുഭവിക്കുന്നു, വാർദ്ധക്യം കൊണ്ട് പ്രയാസമനുഭവിക്കുന്നു നാഥ. നീ ശിഫ നൽകണേ തമ്പുരാനെ. അവരെ അനുസരിക്കുന്ന, അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ നാഥ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ, അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ നാഥ. മനസ്സിന് സമാധാനം നൽകണേ നാഥ. നാഥ, ഈ ലോകത്തും പരലോകത്തും
നേരിടേണ്ടി വരുന്ന എല്ലാവിധ അപമാനത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാം ഒരല്പസമയം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്, ശാരീരികമായി അതിനധ്വാനിച്ചവരുണ്ട്, സാമ്പത്തികമായി അധ്വാനിച്ചവരുണ്ട്. നാഥാ, ലക്ഷ്യമൊന്നു മാത്രം, നിന്റെ സ്വർഗം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിനും വിഭാവനം ചെയ്യാൻ പോലും സാധിക്കാത്ത സ്വർഗം. ആ സ്വർഗം മാത്രമാണ് ലക്ഷ്യം. നാഥാ, കബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ നാഥാ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ നരകം സത്യമാണ്, നിന്റെ നരകം ഭീകരമാണ്, നിന്റെ നരകം ഭയാനകമാണ്. നാഥാ, ആ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നാഥാ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നാഥാ, നിന്റെ സ്വർഗം സത്യമാ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ സത്യമാ, ആ സ്വർഗത്തിന്റെ വിശാലത സത്യമാ, ആ സ്വർഗത്തിന്റെ നിഅമത്ത് സത്യമാ. നാഥാ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥാ, ഈ പ്രദേശത്തിന് നീ ഇസ്സത്ത് നൽകണേ, നീ ബർക്കത്ത് നൽകണേ. ഈ പ്രദേശത്തെ ആളുകൾക്ക് നീ ഇസ്സത്ത് നൽകണേ, ബർക്കത്ത് നൽകണേ. സന്തോഷത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് തൗഹീദിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാളുകളാക്കി, കൂട്ടായ്മയാക്കി ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.